അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായി കേട്ടിരിക്കുക. നമ്മളിൽ പലരുടെയും ഹൃദയത്തിൽ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ ഒന്നായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ കാണണം എന്നുള്ളത്. അത് എത്ര വലിയൊരു അനുഗ്രഹമായിരിക്കും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുന്നതിനെ കുറിച്ച് സ്വഹീഹായ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ തീർച്ചയായും എന്നെയാണ് കണ്ടത്, കാരണം ശൈത്താൻ എന്റെ രൂപം സ്വീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ആഗ്രഹം വളരെ മനോഹരമായ ഒരു ആഗ്രഹമാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് കാണാൻ പ്രത്യേക ഒരു ദുആയോ ഉറപ്പായ ഒരു പ്രത്യേക രീതിയോ നബി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ദുആ ഇത്ര പ്രാവശ്യം ചൊല്ലിയാൽ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാം എന്നൊക്കെ ഉറപ്പായി പറയുന്നത് ശരിയല്ല. പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? ഒന്നാമത്തേത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഒരുപാട് സ്നേഹിക്കുക, അദ്ദേഹത്തിന്റെ ചര്യകൾ പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണം എന്ന ആഗ്രഹം മാത്രം പോരാ, അദ്ദേഹത്തിന്റെ ജീവിതത്തെ സ്നേഹിക്കണം, അദ്ദേഹത്തിന്റെ സ്വഭാവം പഠിക്കണം, അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. രണ്ടാമതായിട്ട്, സ്വലാത്ത് കൂടുതൽ ചൊല്ലുക. ഒഴിവു സമയങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ശ്രമിക്കാം. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്. ഇങ്ങനെ പല തവണ നമ്മൾ ചൊല്ലി തീർക്കുക. നമ്മുടെ ദിനചര്യയായി ഇത് മാറിക്കൊണ്ടേയിരിക്കും. എത്ര തവണ ചൊല്ലണം എന്നതിന് ഒരു പ്രത്യേക എണ്ണം നിർബന്ധമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ദിവസവും നമ്മൾ ചൊല്ലി തീർക്കുക. പക്ഷെ സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് നമ്മളുടെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട് ചൊല്ലുക. മൂന്നാമത്തേത്, സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരിക. പല രീതിയിലുള്ള സുന്നത്തുകൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ ഏറ്റവും മനോഹരമായ തെളിവാണ് അദ്ദേഹത്തിന്റെ സുന്നത്ത് പിന്തുടരാൻ ശ്രമിക്കുന്നത്. നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ, കുടുംബത്തോടുള്ള ഇടപെടലിൽ മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം കൊണ്ടുവരാൻ ശ്രമിക്കാം. നാലാമതായിട്ട്, ഉറങ്ങുന്നതിന് മുമ്പ് വുളു ചെയ്ത് ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കുക. ഉറങ്ങുന്നതിന് മുമ്പുള്ള മസ്കൂൻ ദിക്റുകളും ദുആകളും ചൊല്ലുക. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഉറങ്ങുക. നമ്മുടെ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിറയ്ക്കുക. പിന്നെ അള്ളാഹുവിനോട് സ്വന്തം ഭാഷയിൽ തന്നെ ദുആ ചെയ്യാം. യാ അല്ലാഹ്, എൻ്റെ ഹൃദയത്തിൽ നിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ. അദ്ദേഹത്തിന്റെ സുന്നത്ത് പിന്തുടരാൻ എനിക്ക് തൗഫീക്ക് നൽകണമേ. അത് എനിക്ക് നന്മയാണെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ നിന്റെ പ്രിയപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനുള്ള ഭാഗ്യം എനിക്ക് നൽകണമേ. ആമീൻ. ഇത് മതി നമ്മൾക്ക് നബി തങ്ങളെ നേരിട്ട് കാണാൻ. പക്ഷേ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കേണ്ട. അത് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമല്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണുക എന്നത് ഒരു അനുഗ്രഹമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പിന്തുടർന്ന് ജീവിക്കുക എന്നതാണ് അതിലും വലിയ കാര്യം. അതുകൊണ്ട് സ്വപ്നത്തിൽ കാണണമെന്ന ആഗ്രഹത്തോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ കാണിക്കാനും ശ്രമിക്കാം. അള്ളാഹു നമ്മളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നവരിലും അദ്ദേഹത്തിന്റെ സുന്നത്ത് പിന്തുടരുന്നവരിലും ഖിയാമത്ത് നാളിൽ അദ്ദേഹത്തിന്റെ ശഫാഅത്ത് ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൽമപരമായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.